വൈദ്യുതി മന്ത്രിയോടാണ്. ഇക്കഴിഞ്ഞ ദിവസം അർജൻറ്റീന ഇംഗ്ലണ്ട് മത്സരം, ലോകകപ്പ് മത്സരത്തിൻ്റെ അതിൻ്റെ സെമി ഫൈനൽ കാണാൻ കറണ്ടില്ലാത്തത് കാണാൻ പറ്റാത്തത് കൊണ്ട് അരിശം പൂണ്ട കുറേ പേര് ഒരു വിദ്യുച്ഛക്തി ഓഫീസ് ആക്രമിച്ചു, അവിടുത്തെ ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു, ആ ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു വാർത്തയൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. ഈ വൈദ്യുതി ഇല്ലാത്തതിൻ്റെ പേരിൽ ഓഫീസ് അടിച്ച് പൊളിക്കുന്നതും അതല്ലെങ്കിൽ ജീവനക്കാരെ ആക്രമിക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ആ യുവാക്കളുടെ വികാരം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ മത്സരമൊക്കെ ഒരു സെമി പ്രധാനപ്പെട്ട ഒരു മത്സരം, അത് കറണ്ടില്ലാത്തതുകൊണ്ട് കേരളത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കണു? പ്രത്യേകിച്ച് പാതിരയ്ക്കാണ്, 12:30-ക്കാണ് കളി. 12 to 2:30 സമയമാണ്, ഒരു 2 മണിക്കൂർ സമയമാണ്. ആ സമയത്ത് പൊതുവെ കേരളത്തിൽ അങ്ങനെ വൈദ്യുതിയുടെ ഉപയോഗമുള്ള സമയമല്ല. ഉള്ള വൈദ്യുതി കൃത്യമായിട്ട് ഈ കൊടുക്കാൻ കഴിഞ്ഞേ പറ്റൂ. നിങ്ങൾ ആ സമയത്തൊക്കെ പവർ കട്ട് ഏർപ്പെടുത്തിയതാണോ, അതല്ല അവിടെ യാദൃശ്ചികമായിട്ട് അവിടെ കറണ്ട് പോയതാണോ, അതോ ആരെങ്കിലും അത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച വരുത്തിയിട്ട് അവിടെ കറണ്ട് അവിടെ സപ്ലൈ ചെയ്യാൻ കഴിയാതിരുന്നതാണോ എന്നതിനൊക്കെ കൃത്യമായിട്ടൊരു മറുപടി കൂടി നിങ്ങൾ പറയണം. കേരളത്തിൽ 4-5 മണിക്കൂർ പവർ കട്ടാണ് ആയി തുടങ്ങിയെന്ന് പറയണം. മഴക്കാലമായി കൃത്യമായിട്ട് മഴ കിട്ടിയിട്ടില്ല, ഇതൊക്കെ അംഗീകരിക്കാം. പക്ഷേ ഈ മഴയും മഴക്കാലമൊന്നും ഇല്ല. മഴക്കാലത്ത് കൃത്യമായിട്ട് മഴയില്ലാത്ത കാലമൊക്കെ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കറണ്ടൊന്നും കേരളത്തിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കണില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ഘട്ടത്തിൽ ഈ പവർ കട്ടിൻ്റെ സമയത്ത് നമ്മളിപ്പോൾ ആണവ നിലയം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചിട്ട് സമയം കളയേണ്ട സമയമില്ല. അതൊക്കെ നമുക്ക് വഴി പോലെ ആലോചിച്ച് തീരുമാനമെടുക്കാം. നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടത് ഈ പവർ കട്ട് ഒഴിവാക്കണം. ഇന്ന് കേരളത്തിലൊഴിച്ച് ഇന്ത്യയിലെ ഏത് സ്ഥലത്തും ഇഷ്ടം പോലെ വൈദ്യുതി സ്വകാര്യ മേഖലയിൽ ഉണ്ടാക്കുന്നുള്ള കാര്യം നമുക്കറിയാം. ആണവ വൈദ്യുതി പോലും അതിൽ പങ്കാളികൾ പ്രൈവറ്റ് മേഖലയിലുള്ള ആളുകളുണ്ട്. താപവൈദ്യുതി ഉണ്ട്. ഇതൊക്കെ പൈസ കൊടുത്താൽ, കൂടുതൽ പൈസ കൊടുത്ത് കിട്ടുമെങ്കിൽ വാങ്ങി കേരളത്തിൽ കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പൈസ വാങ്ങിച്ചോളൂ കേരളത്തിലെ ആളുകളിൽ നിന്ന് എത്ര വേണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ കേരളമല്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും വൈദ്യുതി ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ചിമ്മിണി കത്തിച്ച് വയ്ക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും കറണ്ടിനെ ആശ്രയിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സൗരോർജ്ജം ഇതൊക്കെ ആവശ്യമാണ്, ഇതൊക്കെ നടക്കുന്നേ. പക്ഷേ ഇതൊക്കെ ദീർഘകാല പദ്ധതികളാണ്. നമുക്ക് ഇപ്പോൾ പുറമെ നിന്ന് വൈദ്യുതി എത്തിക്കുക, അതിന് വരുന്ന ചിലവ് എത്രയാണോ അതിൽ പ്രത്യേകമായിട്ടുള്ള റേറ്റ് നിശ്ചയിച്ചിട്ട് ഉയർന്ന ഗുണഭോക്താക്കളിൽ നിന്ന് അത് ഈടാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് ആരെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ട് അതല്ലെങ്കിൽ മുൻ സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു രീതിയുണ്ട്. അതിന് അങ്ങനെ മുൻ സർക്കാർ കൊള്ളരുതാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഭരണമാറ്റമൊക്കെ നടത്തി തന്നത്. അപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ആളുകൾ വേറെ ചിലതൊക്കെ പറയാൻ തുടങ്ങും. അത് കേൾപ്പിക്കരുത്. അതിന് മുമ്പ് തന്നെ പരിഹാരം ഉണ്ടാക്കണം. ബന്ധപ്പെട്ട ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കണം. പത്ര പ്രസ്താവന കൊണ്ടൊന്നും കാര്യമില്ല, ഇരുട്ട് കൊണ്ട് ഓട്ടയടയില്ല. അതുകൊണ്ട് നിങ്ങൾ ഉടനെ വൈദ്യുതി എത്തിക്കണം. എത്ര കൊടുത്താലും എന്ത് വില കൊടുത്താലും കിട്ടാത്ത സാധനമാണെന്ന് മാത്രം പറയരുത്. കാരണം ഇന്ത്യയിൽ പല രീതിയിൽ ഇന്ന് ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്നുണ്ട് പ്രൈവറ്റ് മേഖലയിൽ. പൈസ കൊടുത്താൽ ഇത് കിട്ടും, കൂടിയ പൈസ കൊടുക്കേണ്ടി വരും. വാങ്ങൂ കൊടുക്കൂ, വാങ്ങൂ തരൂ, അതേ പറയാനുള്ളത്.